ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ്, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. പ്രിയ സഹോദരങ്ങളെ, ലോകം പറയുന്നൊരു കാര്യമുണ്ട്. സമ്പൽ സമൃദ്ധിയിലേക്കാണ് നമ്മുടെ ജീവിതം അടങ്ങിയിരിക്കുന്നത്. നമുക്കിവിടെ സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകണം. ലോകത്തിൻ്റേതായിട്ടുള്ള പല അവസ്ഥകളും നമ്മുടെ ജീവിതത്തിൽ വേണം. ഇതെല്ലാം ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് നമുക്ക് ആസ്വദിക്കണം, അനുഭവിക്കണം. നമ്മൾ നല്ല സമ്പൽ സമൃദ്ധിയിൽ നമുക്ക് സുഖജീവിതം നയിച്ചിവിടെ ജീവിച്ച് മരിക്കണം. ലോകം അത് പറയുന്നു. എന്നാൽ ദൈവം പറയാണ്, മോനെ, നീ ജാഗരൂകരായിരിക്കുക, നീ ജാഗരൂകരായിരിക്കുക. എന്നിട്ട് പറയാണ്, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുവിൻ. ഇന്ന് മനുഷ്യൻ അത്യാഗ്രഹം കൂടി കഴിയുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അത്യാഗ്രഹം കൂടി കഴിയുമ്പോൾ മനുഷ്യൻ ഓരോ ഗതികേടിലേക്കും ഓരോ തിന്മയിലേക്കും അവൻ എടുത്തു ചാടുന്നു. അവസാനം അതിൽ നിന്ന് മോചനമില്ലാത്ത കെണിയിലേക്ക് അവൻ പോകുന്നു, മരണക്കെണിയിലേക്ക് പോകുന്നു. വലിച്ചുമാരി കൂട്ടുവാൻ വേണ്ടി ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാതെ അക്കരയ്ക്ക് നോക്കുമ്പോൾ വലിയ സമൃദ്ധി കണ്ടുകൊണ്ട് ഉള്ളതെല്ലാം വിറ്റൊന്നുമില്ലാത്ത സാഹചര്യത്തിലെത്തി അങ്ങോട്ട് പോകുന്നു. അവസാനം അവിടുന്ന് ജോലിയും പണിയും ഇല്ലാതെ കൊണ്ട് തിരിച്ചു വരുമ്പോൾ കടവും കടത്തിൻ്റെ കൂടുമായിട്ട് അവസാനമായി കഴിയുമ്പോൾ പലരും ആത്മഹത്യയിലേക്ക് പോകുന്നു. സമ്പൽ സമൃദ്ധിയുടെ ജീവിതം കണ്ടുകൊണ്ട് പലരും ബാങ്കിൽ നിന്ന് കടമെടുക്കുന്നു. ഒരുത്തൻ 10 ലക്ഷം രൂപയുടെ വീട് പണിത് കഴിഞ്ഞാൽ അടുത്തവൻ 20 ലക്ഷം രൂപയുടെ പണിയാൻ വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് കടമെടുത്ത് പണിയുന്നു. പണിയൊക്കെ കഴിഞ്ഞ് ബാങ്കിലേക്ക് പണമടയ്ക്കാൻ സാമ്പത്തികമായ തകർച്ച, കുടുംബത്തിൽ ചിലപ്പോൾ രോഗം വന്നു, തകർച്ച വന്നു, പ്രശ്നം വന്നു, ബാങ്കിലേക്ക് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വന്നു. കടക്കാരനായി കെണി വന്നവൻ്റെ കഴുത്തിൽ മുറുകി കടവും കടത്തിൻ്റെ കൂടുമായി യാതൊരു നിവൃത്തിയിൽ അടയ്ക്കാൻ. അവസാനം ബാങ്കുകാർ വന്ന് ജപ്തി ചെയ്യും. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവസാനം പലപ്പോഴും ആത്മഹത്യയിലേക്ക് പോകുന്നു. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയണം, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുവിൻ. അത്യാഗ്രഹം വേണ്ട. ഉള്ളത് കൊണ്ടൊക്കെ ഒന്ന് തൃപ്തിപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തോട് ചേർന്ന് പോകുമ്പോൾ ആ ഉള്ളതിനെ വളർത്തുവാൻ ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതം ധന്യമാകുന്നത്, പ്രിയ സഹോദരങ്ങളെ, സമ്പത്ത് കൊണ്ടല്ല. ഇന്ന് പലപ്പോഴും സമ്പത്ത് കൊണ്ട് ധന്യമാക്കുവാൻ വേണ്ടിയിട്ട് ഓട്ടമാണ്. ഇന്ന് സമൂഹത്തിൽ അംഗീകാരം വേണമെങ്കിൽ പണം വേണം. പണമുള്ള വ്യക്തികൾക്ക് അംഗീകാരമുണ്ട്, സഭയിൽ അംഗീകാരമുണ്ട്, കൂട്ടായ്മയിൽ അംഗീകാരമുണ്ട്, എല്ലായിടത്തും അംഗീകാരമുണ്ട്. പണമില്ലാത്തവനൊന്നും ഒരു അംഗീകാരമില്ലാത്ത, മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥ. ഇങ്ങനെ വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഈ സമ്പത്തിന് വേണ്ടി സ്വന്തമാക്കുവാൻ, സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്നു. അവസാനം പല കെണികളിലും കുരുക്കുകളിലും പോയി വീണ് അവരുടെ ജീവിതം നശിക്കുന്നു. നമുക്ക് ഈ കർത്താവിൻ്റെ തിരുവചനത്തിൽ നമുക്ക് വിശ്വസിക്കാം. വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് വചനം നമുക്ക് സ്വീകരിക്കാം. കർത്താവ് പറഞ്ഞു, ജാഗരൂകരായിരിക്കുക, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുക. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് എന്ന ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, വചനത്തിലൂടെ ഞങ്ങളോട് അരുളിച്ച് തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ച കർത്താവെ നന്ദി പറയുന്നു. അവിടുത്തെ വചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് വചനമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഈ വചനത്തിൽ വിശ്വസിക്കുന്നു. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും
പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.